വണ്ടൂരുകാർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കാലത്ത് മലയോര മേഖലയുടെ പ്രധാന ആശ്രയ കേന്ദ്രമായിരുന്ന കരുണാലയ ആശുപത്രി ഇനി എന്നാണ് വീണ്ടും തുറന്നു പ്രവർത്തിക്കുക? ഈ ചോദ്യം ഓട്ടൻ സാഹിബിന്റെ മകനോട് ചോദിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥിനിയായ ഷംന. വണ്ടൂർ സഹ്യ കോളേജിലെത്തിയ ജോയൽ സ്റ്റീഫൻ ഓട്ടനോടാണ് സൈക്കോളജി 3ാം വർഷ വിദ്യാർത്ഥിനിയായ ഷംന വണ്ടൂർക്കാരുടെ പൊതുചോദ്യം ഉന്നയിച്ചത്. അതിന് അദ്ദേഹം ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്. That is something I can't say. It's we don't have so much control because it's not part of our organization. We can raise interest, but we don't have control. സത്യത്തിൽ ഷംനയുടെ ചോദ്യത്തിന്റെ ഉത്തരം പറയുവാൻ സാക്ഷാൽ ഓട്ടൻ സാഹിബിന്റെ മകന് പോലും കഴിയാത്ത അവസ്ഥയാണ്. കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ നിലവിലെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് സമയമെടുക്കുമെന്നാണ്. ചുരുങ്ങിയത് 1 കോടിയിലധികം രൂപ വേണ്ടിവരും ആശുപത്രി വീണ്ടും തുറന്ന് പ്രവർത്തിക്കുവാൻ. ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം പ്രധാനമായും വിദേശത്തു നിന്നുമാണ് ലഭിക്കേണ്ടത്. നിലവിലെ കേന്ദ്ര നിയമങ്ങൾ പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏറെയാണ്. ഇതാണ് തിരിച്ചടിയായി നിൽക്കുന്നത്. സഹ്യ കോളേജിലെ കെമിസ്ട്രി ലാബ് ജോയൽ സ്റ്റീഫൻ ഓട്ടന്റെ പിതാവും വണ്ടൂർ കരുണാലയ ആശുപത്രി സ്ഥാപകനുമായ ഹെൻറി ജോ ഓട്ടന്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അത് സന്ദർശിക്കുന്നതിനായാണ് അദ്ദേഹം 2 അമേരിക്കൻ സ്വദേശികൾക്കൊപ്പം കോളേജിലെത്തിയത്.